بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين ما بعد. പ്രിയ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ്റെ ഇഷ്ടജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഏവരും ഈ നശ്വരമായ ലോകത്ത് ഹ്രസ്വമായ കാലയളവിൽ ജീവിക്കേണ്ടവരാണ്. അത് കഴിഞ്ഞാൽ ശാശ്വതമായ പാരിത്രിക ജീവിതത്തിലേക്ക് പോകേണ്ടവരാണ്. അതിന് മരണം കൂടിയേ കഴിയും. മരണപ്പെട്ട് കഴിഞ്ഞാൽ നാം ഓരോരുത്തരെയും അടക്കം ചെയ്യപ്പെടുന്ന ആ ഖബർ, അവിടെ രക്ഷപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു. മഹത്തുക്കൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇന്നൽ അർള തുനാദി കുല്ല യൗമിൻ ഖംസ മർറാത്ത്. ഭൂമി എല്ലാ ദിവസവും 5 പ്രാവശ്യം വിളിച്ചു പറയും. എന്താണ് വിളിച്ചു പറയുന്നത്? ആദ്യമായി വിളിച്ചു പറയുന്നത് യബ്ന ആദം തംഷി അലാ ലഹരി. ആദം സന്തതികളെ, മനുഷ്യരെ, നീ എൻ്റെ മുതുകിൽ സഞ്ചരിക്കുകയാണ്, നടക്കുകയാണ്. നിന്റെ മടക്കം, നിന്റെ അഭയസ്ഥാനം എൻ്റെ ഉദരത്തിലാണ്. ഇതാണ് ഒന്നാമതായിട്ട് വിളിച്ചു പറയുന്നത്. രണ്ടാമതായിട്ട് ഭൂമി വിളിച്ചു പറയുന്നത് മനുഷ്യരെ, തൗക്കുലുൽ അൽവാന, വിവിധ നിറങ്ങളിലുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സുകൾ, വിവിധ കളറിലുള്ള നിറങ്ങളിലുള്ള ഭക്ഷണങ്ങൾ നീ ഭക്ഷിക്കുന്നു. അലാ ലഹരി, എൻ്റെ മുതുകിൻ്റെ മുകളിൽ, എൻ്റെ മുകളിൽ നീ വിവിധ വർണ്ണങ്ങളിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണ്. എന്നാൽ എൻ്റെ ഉദരത്തിൽ വെച്ച് നിന്നെ ഭക്ഷിക്കുന്നത് പുഴുക്കളാണ്. പുഴുക്കൾ നിന്നെ ഭക്ഷിക്കുന്നതാണ് എൻ്റെ ഉദരത്തിൽ വെച്ച്. മൂന്നാമതായിട്ട് ഭൂമി വിളിച്ചു പറയും, മനുഷ്യ തൽഹഖു അലാ ലഹരി, എൻ്റെ മുകളിൽ, എൻ്റെ മുതുകിൻ്റെ മുകളിൽ, എൻ്റെ മുകളിൽ നീ ചിരിച്ച് നടക്കുകയാണ്, ചിരിക്കുകയാണ്. ഫസൗഫ തബ്കി ഫി ബത്നി, പുറകെ എൻ്റെ ഉദരത്തിൽ വെച്ച് നീ കരയുന്നൊരവസ്ഥ ഉണ്ടാകും. നാലാമത് വിളിച്ചു പറയും, തഖൂലു യബ്ന ആദം തഫറഹു അലാ ലഹരി, മനുഷ്യ നീ എൻ്റെ മുകളിൽ, എൻ്റെ മുതുകിൽ, എൻ്റെ മുകളിൽ നീ സന്തോഷഭരിതനായി, സന്തുഷ്ടനായി സഞ്ചരിക്കുകയാണ്. എന്നാൽ എൻ്റെ ഉദരത്തിൽ പുറകെ നീ ദുഃഖിക്കേണ്ടി വരും എന്ന് ഭൂമി വിളിച്ചു പറയും. അഞ്ചാമതായിട്ട് വിളിച്ചു പറയുന്നത് തഖൂലു യബ്ന ആദം, മനുഷ്യ നീ എൻ്റെ മുതുകിൻ്റെ മുകളിൽ, എൻ്റെ മുകളിൽ നീ പാപം ചെയ്യുകയാണ്. ഫസൗഫ തുഅദബു ഫീ ബത്നി, പുറകെ എൻ്റെ ഉദരത്തിൽ വെച്ച് നീ ശിക്ഷിക്കപ്പെടും എന്ന് ഭൂമി വിളിച്ചു പറയും. ഇങ്ങനെ 5 പ്രാവശ്യം എല്ലാ ദിവസവും ഭൂമി വിളിച്ചു പറയുമെന്ന് പറയപ്പെടുന്നു. മഹാനായ അംർ ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, മഹാനവറുകൾ പറയുകയാണ്, മദീന നിവാസികളിൽപ്പെട്ട ഒരാൾക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾക്ക് രോഗം ബാധിച്ചു. രോഗം ബാധിച്ചപ്പോൾ ഈ സഹോദരൻ സഹോദരിയെ രോഗസന്ദർശനം നടത്തി. അങ്ങനെ അവൾ മരണപ്പെട്ടു പോയി. ആ മരണപ്പെട്ട സഹോദരിയെ മയ്യിത്ത് പരിപാലനമെല്ലാം നടത്തി, കുളിപ്പിച്ച്, കഫൻ പൊതിഞ്ഞ്, ചുമന്ന് ഖബറിലേക്ക് കൊണ്ടുപോയി കബറടക്കം ചെയ്തു. എന്നിട്ട് തൻ്റെ കുടുംബാദികളുടെ അടുക്കിലേക്ക് മടങ്ങി വന്നു. അപ്പോഴാണ് അയാൾ ഓർത്തത്, തൻ്റെ പേഴ്സ് മറന്നുപോയി. തന്നോടൊപ്പം ഉണ്ടായിരുന്ന പേഴ്സ് അത് നഷ്ടപ്പെട്ടു പോയി, മറന്നുപോയി എന്ന് അദ്ദേഹം ഓർക്കുന്നു. അങ്ങനെ തൻ്റെ കൂട്ടുകാരിൽപ്പെട്ട ഒരാളെ സഹായത്തിന് വിളിച്ചുകൊണ്ട് രണ്ടുപേരും ഖബറിൻ്റെ അടുക്കൽ ചെന്നു. അങ്ങനെ ഖബറ് തുറന്നു. ആ കീസ്, ആ പേഴ്സ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. അതെടുത്തു. എന്നിട്ട് തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, താങ്കൾ അല്പം മാറി നിൽക്കുക,
ഹത്ത അന്നുറ അല ഐഹാലിൻ ഉഖത്തി, എൻ്റെ സഹോദരി ഏത് അവസ്ഥയിലാണ് എന്ന് ഞാനൊന്ന് നോക്കട്ടെ, താങ്കൾ അല്പം മാറി നിൽക്കുക. സഹോദരൻ അന്യനാണല്ലോ. അങ്ങനെ ഇദ്ദേഹം ആ ഖബറിൻ്റെ സൈഡിലുള്ള, ഖബർ വ്യത്യസ്തമായ രീതിയിൽ കുഴിക്കപ്പെടാറുണ്ട്. അതിലൊന്നാണ് ലഹദ്, സൈഡ് ഭാഗത്താണ് അതിൻ്റെ അറ. അവിടെ മയ്യത്ത് വെച്ചിട്ട് ആ സൈഡിലൂടെ എന്ത് ചെയ്യുന്നു, പലകൾ അടുക്കുന്നു. അതിൻ്റെ മറുഭാഗത്താണ് ഇങ്ങനെ സൈഡിലായിട്ട് കോണായിട്ട് വെച്ചിട്ട് അതിൻ്റെ മറുഭാഗത്ത് മണ്ണിടുന്നു. പിന്നീടാണ് മുകളിൽ. അപ്പോൾ ഇങ്ങനെ ഈ ലഹദ്, ഈ സൈഡിലുള്ള അറ, അതിൻ്റെ അല്പഭാഗം തുറന്നു നോക്കിയപ്പോൾ തീ കൊണ്ട് നിറക്കപ്പെട്ടിരിക്കുകയാണ് ആ ഖബറ്. അദ്ദേഹം ഉടനെ തന്നെ ആ ഖബറ് മണ്ണ് ഇട്ട് മൂടി അദ്ദേഹം തൻ്റെ ഉമ്മയുടെ അടുക്കിലേക്ക് മടങ്ങി വന്നു. എന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, അഖ്ബിരീനി അമ്മ കാനത്ത് ഉഖ്തി അലൈഹി, എൻ്റെ സഹോദരിയുടെ ജീവിത രീതി എന്തായിരുന്നു എന്ന് ഉമ്മ എന്നോട് പറഞ്ഞു തരണം. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ, നിന്റെ സഹോദരിയെക്കുറിച്ച് നീ ചോദിക്കണ്ട, അവൾ നാശത്തിലായിരുന്നു, നീ ചോദിക്കണ്ട. വീണ്ടും അദ്ദേഹം ഉമ്മയോട് വിവരിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ഉമ്മ പറഞ്ഞു, നിന്റെ സഹോദരി നിസ്കാരത്തെ പിന്തിപ്പിക്കുന്നവളായിരുന്നു, അതിൽ കൃത്യനിഷ്ഠതയില്ലായിരുന്നു. അവൾ വലാ തുസല്ലി ബി തഹാറത്തിൻ താമ, പരിപൂർണമായ ശുദ്ധിയോടുകൂടെ നിസ്കരിക്കൂലായിരുന്നു. മാത്രമല്ല വതഅതിഫി അബ്വാബിൽ ജീറാനി ഇദാ നാമു, അയൽവാസികൾ അവർ ഉറങ്ങുമ്പോൾ അവരുടെ വീടിൻ്റെ ആ കവാടങ്ങളിൽ ഇവൾ ചെല്ലും. അവളുടെ ചെവി ആ വാതിലിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവരെന്താണ് സംസാരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ച് കേൾക്കും. എന്നിട്ട് എന്തിനു വേണ്ടി, ലിക്കൈ തംഷിയ ബിൻ നമീമ, ഏഷണിയുമായിട്ട് ആ കേട്ടത്, മറ്റുള്ളവരെ കുറിച്ച് കേട്ടത് അത് മറ്റുള്ളവരോട് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ നമീമത്തുമായി ഏഷണിയുമായിട്ട് നടക്കുമായിരുന്നു. വഹുവ സബബു അദാബിൽ ഖബരി, ഇതാണ് ഖബർ ശിക്ഷയ്ക്ക് കാരണമായി വന്നത്. അതുകൊണ്ട് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നവർ ഈ നമീമത്ത്, ഏഷണിയിൽ നിന്ന്, അതുപോലെ മറ്റെല്ലാ പാപങ്ങളിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും മുങ്കർ നക്കീർ അലിഹിം അസ്സലാത്തു വസ്സലാം എന്നീ രണ്ട് മലക്കുകളുടെ ചോദ്യങ്ങൾ എളുപ്പമാകാനും, ചോദ്യങ്ങൾ എളുപ്പത്തിൽ ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനും എല്ലാം വേണ്ടി അവൻ ഈ പാപങ്ങൾ, ഏഷണി, അതുപോലെ മറ്റു പാപങ്ങളെല്ലാം ഒഴിഞ്ഞു നിൽക്കൽ, സൂക്ഷിക്കൽ അത്യാവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വ ഫിൽ ആഖിറ. അപ്പോൾ ഖബറിലെ മുങ്കർ നക്കീറിന്റെ ചോദ്യങ്ങൾ, ആ ചോദ്യം എളുപ്പമാകാനും അതിന് മറുപടി എളുപ്പത്തിൽ കൊടുക്കാനും സാധിക്കുന്നത് യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു, സത്യവിശ്വാസികളെ അല്ലാഹു തആല ഉറപ്പിക്കും. ബിൽ ഖൗലി സാബിതി, ഉറച്ച വാക്കുകൊണ്ട് അവരെ ഉറപ്പിച്ചു നിർത്തും. അഥവാ ഉറച്ച വാക്കുകൾ കൊണ്ട് അവർക്ക് മറുപടി പറയാൻ അവർക്ക് സാധിക്കും. ഫിൽ ഹയാത്തി ദുനിയ വ ഫിൽ ആഖിറ, ദുനിയവിയായ ജീവിതത്തിലും പരലോകത്തിലും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സാഹചര്യം നമുക്ക് തരും, നമ്മൾ സത്യവിശ്വാസികളാണെങ്കിൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, നമ്മൾ സത്യവിശ്വാസികളാണെങ്കിൽ മലക്കുകൾക്ക് മറുപടി കൊടുക്കാനുള്ള ആ ഉറച്ച രീതിയിൽ മറുപടി കൊടുക്കാനുള്ള സാഹചര്യം നമുക്കുണ്ടാക്കി തരും. ഈ തസ്ബീത്ത്, ഈ ഉറച്ച രീതിയിൽ മറുപടി പറയാൻ നമുക്ക് സാധിക്കുന്നത് ആ തസ്ബീത്ത് 3 അവസ്ഥകളിൽ ഉണ്ടാകും. സത്യവിശ്വാസികൾ, മുഖ്ലിസായ, ഇഖ്ലാസോടുകൂടി ജീവിച്ച, അള്ളാഹുവിന് വഴിപ്പെട്ട സത്യവിശ്വാസികൾ, അവർക്കുണ്ടാകുന്ന ഈ തസ്ബീത്ത് 3 അവസ്ഥകളിലാണ്. ഒന്ന്, മലക്കുൽ മൗത്തിനെ കാണുന്ന അവസരത്തിൽ തസ്ബീത്ത് ലഭിക്കും. രണ്ടാമത്, മുങ്കർ നക്കീറിന്റെ ചോദ്യത്തിന്റെ അവസരത്തിൽ തസ്ബീത്ത് ഉണ്ടാകും. മൂന്നാമത്, ഖിയാമത്ത് നാളിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ ആ ചോദ്യത്തിന്റെ അവസരത്തിൽ, അല്ലാഹു തആല വിചാരണ ചെയ്യുന്ന ആ ചോദ്യം ചെയ്യപ്പെടുന്ന അവസരത്തിലും നമുക്ക് തസ്ബീത്ത് ലഭിക്കും. മലക്കുൽ മൗത്തിനെ കാണുന്ന അവസരത്തിലുള്ള തസ്ബീത്ത് അതും 3 രീതിയിലാണ്. ഒന്ന്, കുഫറിൽ നിന്ന് കാവലുണ്ടാകുക, ഏകദ വിശ്വാസത്തിൻ്റെ മേൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് ലഭിക്കുക, ആ റൂഹ് ഇസ്ലാമിലായിക്കൊണ്ട് തന്നെ റൂഹ് പുറപ്പെടുന്ന നിലയിൽ ഏകദ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുണ്ടാകുന്ന തൗഫീഖ് ലഭിക്കുക. ഇതാണ് ഒന്ന്. 2, മലക്കുകൾ റഹ്മത്ത് കൊണ്ട്, അനുഗ്രഹം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കും.
മൂന്നാമതായിട്ട് സ്വർഗത്തിലെ തൻ്റെ സ്ഥലം, ആ സ്വർഗത്തിലെ തൻ്റെ ആ സ്ഥലം അഥവാ സ്വർഗം, തനിക്ക് ലഭിക്കുന്ന സ്വർഗം അത് കാണാനുള്ള ഭാഗ്യം ലഭിക്കും. ഖബറിലെ തസ്ബീത്ത് അതും 3 രീതിയിലാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൃപ്തിപ്പെടുന്ന രീതിയിൽ മലക്കുകൾക്ക് മറുപടി കൊടുക്കാനുള്ള സാഹചര്യം, ആ മറുപടി കൊടുക്കാൻ തോന്നിപ്പിച്ചു കൊടുക്കും, അറിയിച്ചു കൊടുക്കും. 2, ഭയവും ഭയപ്പാട് പരിഭ്രമവും ഒക്കെ അവനിൽ നിന്ന് നീക്കും. മൂന്നാമതായിട്ട് സ്വർഗത്തിലെ അവൻ്റെ പദവി, അവൻ്റെ സ്ഥാനം അവന് കാണിച്ചു കൊടുക്കും. അപ്പോൾ അവൻ്റെ സ്വർഗം റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തോപ്പുകളിൽ ഒരു തോപ്പായിരിക്കും. വിചാരണയുടെ അവസരത്തിലുള്ള തസ്ബീത്ത് അതും 3 രീതിയിലാണ്. ഒന്ന്, ആ വിചാരണ ചെയ്യപ്പെടുമ്പോഴുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള തെളിവുകൾ, രേഖകൾ, മറുപടികൾ നൽകാൻ സാധിക്കും. രണ്ടാമതായിട്ട് വിചാരണ അവന് എളുപ്പമാക്കി കൊടുക്കും, എളുപ്പമായ ലഘുവായ വിചാരണ. 3, പാപങ്ങൾ, തെറ്റുകളെല്ലാം അവനിൽ നിന്ന് വിടുതൽ ചെയ്തു കൊടുക്കും. പറയപ്പെടുന്നുണ്ട് തസ്ബീത്ത് ഫി 4 അഹ്വാലിൻ, തസ്ബീത്ത് 4 അവസ്ഥകളിലാണ്. ഒന്ന്, മരണസമയത്ത്. രണ്ടാമത് ഫിൽ ഖബർ, ഖബറിൽ, കാരണം ഭയപ്പാടില്ലാതെ മറുപടി കൊടുക്കാൻ ഖബറിൽ സാധിക്കുക. മൂന്നാമത് വിചാരണ ചെയ്യപ്പെടുമ്പോൾ. നാലാമത് ഇൻദ സിറാത്തി, സിറാത്തുൽ മുസ്തഖീം എന്ന പാലം വിട്ട് കടക്കുന്ന അവസരത്തിൽ ഹത്താ യമുറ കൽ ബർഖിൽ ഖാതിഫ്, കണ്ണഞ്ചിപ്പിക്കുന്ന ആ മിന്നൽ വേഗതയിൽ ആ സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ആ അവസരം, സഞ്ചരിക്കാൻ സാധിക്കുക. അങ്ങനെയുള്ള തസ്ബീഹ് 4 അവസരത്തിൽ ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു. അപ്പോൾ ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ പാപങ്ങൾ ഉപേക്ഷിക്കണം. ഏഷണി തുടങ്ങിയ എല്ലാ പാപങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. അർഹമുർ റഹീമിനായ തമ്പുരാൻ നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി നമ്മുടെ ഹറക്കാത്ത്, സക്കനാത്തുകൾ, അനക്കങ്ങളും അടക്കങ്ങളും വിനിയോഗിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്യരായ ഗുരുനാഥന്മാർ, ഭാര്യ, ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന എല്ലാവരുടെയും രോഗങ്ങൾക്ക് അള്ളാഹു പരിപൂർണമായി ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.